SCERT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 16 ജലം, ചാപ്റ്റർ 17 ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. ഈ പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില അറിയപ്പെടുന്നത് തിളനില. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില ഉയരുന്നു. ഉദാഹരണം, പ്രഷർ കുക്കറിലെ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. മർദ്ദം കുറയുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയുന്നു. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില കൂടുന്നു, മർദ്ദം കുറയുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയുന്നു. ജലത്തിൻ്റെ കുറയുന്നതിനുള്ള ഉദാഹരണമാണ് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. അപ്പോൾ മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു, മർദ്ദം കുറയുമ്പോൾ തിളനില കുറയുന്നു. ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. ജലത്തിന് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവാണ് ജലത്തിൻ്റെ താപധാരിത. ഉയർന്ന താപം താങ്ങാനുള്ള ജലത്തിൻ്റെ കഴിവെന്താണ്? ജലത്തിൻ്റെ താപധാരിത. ജലത്തിൻ്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു. ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. ഭൂമിയുടെ 2/3 ഭാഗമുള്ള ജലം ഭൂമിയിലെ താപനില നിയന്ത്രിക്കുന്നു. ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു. ഇത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നതുവരെ സംഭവിക്കുന്നു. 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന് കാരണമായ ജലത്തിൻ്റെ സവിശേഷത ഏതാണ്? ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം. തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിൽ ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നതിന് കാരണം എന്താണ്? ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം. അപ്പോൾ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം സംഭവിക്കുന്ന താപനില ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാങ്കം. ജലത്തിൻ്റെ ഖരാങ്കം 0 ഡിഗ്രി സെൽഷ്യസ്. ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ജലം ഘനീഭവിച്ച ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവായതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിനു കാരണമായ സവിശേഷതയാണ് പ്രതലബലം. പ്രതലബലത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ചെറുപ്രാണികൾ ജലോപരിതലത്തിൽ ഓടാൻ അല്ലെങ്കിൽ നടക്കാൻ കഴിയുന്നത്, ബ്ലേഡ് ജലത്തിൽ താന്നു പോകാത്തത്. തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഹൈഡ്രജൻ. ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം.
ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ. ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തിനെ എന്തു വിളിക്കുന്നു? നിർവീര്യ ലായകം എന്ന് വിളിക്കുന്നു. ജലത്തിൻ്റെ കാഠിന്യത്തിനു കാരണം എന്താണ്? ജലത്തിൽ ലയിച്ചു ചേർന്ന കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങൾ. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ. എങ്ങനെയാണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം മാറ്റുന്നത്? ജലത്തെ തിളപ്പിച്ച് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം മാറ്റാവുന്നതാണ്. താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്താണ്? ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം എന്താണ്? ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും. ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് സ്ഥിര കാഠിന്യത്തിന് കാരണം. ജലത്തിനെ തിളപ്പിച്ച് സ്ഥിരകാഠിന്യം മാറ്റാനായിട്ട് കഴിയില്ല. ഘനജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഡ്യൂട്ടീരിയം ഉപയോഗിക്കുന്നത്. എവിടെയാണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ. അപ്പോൾ ജലം എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില കൂടുന്നു, മർദ്ദം കുറയുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയുന്നു. അതുപോലെ ഉയർന്ന താപം താങ്ങാനുള്ള ജലത്തിൻ്റെ കഴിവാണ് താപധാരിത. പിന്നെ 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം ഉള്ളത്. ജലത്തിൻ്റെ സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തണുത്തുറിഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഖരാങ്കം. ജലം ഘനീഭവിച്ച ഐസ് ആകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഐസ് ആകുമ്പോൾ ജലത്തിന് എന്താണ് സംഭവിക്കുന്നത്? വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ജലം ഐസ് ആകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. പിന്നെ ചെറുപാണികൾ ജലോപരിതലത്തിൽ നടക്കാൻ കഴിയുന്നത് ജലത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? പ്രതലബലം. തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഹൈഡ്രജനാണ്. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഹൈഡ്രജനാണ്. തണുത്ത ജലവുമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹോഫ് വോൾട്ടോമീറ്റർ. ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തിനെ നിർവീര്യ ലായകം എന്ന് വിളിക്കുന്നു. അതിനുശേഷം പഠിച്ചത് ജലത്തിൻ്റെ കാഠിന്യമാണ്. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളും. സ്ഥിര കാഠിന്യത്തിനല്ല, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ജലത്തിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളും. സ്ഥിര കാഠിന്യത്തിന് കാരണം മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. താൽക്കാലിക കാഠിന്യം തിളപ്പിച്ച് മാറ്റാവുന്നതാണ്. സ്ഥിര കാഠിന്യം തിളപ്പിച്ച് മാറ്റാൻ കഴിയില്ല. പിന്നെ ഘനജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഘനജലം ഉപയോഗിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ജലം എന്ന ചാപ്റ്ററിൽ നിന്ന് പഠിച്ചത്. നെക്സ്റ്റ് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. അനേകം ലഘു തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളാണ് പോളിമറുകൾ. ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറുകൾ ഏതാണ്? ബയോപോളിമറുകൾ. ബയോപോളിമറുകൾക്ക് ഉദാഹരണമാണ് പ്രോട്ടീനുകൾ, DNA, അന്നജം, സെല്ലുലോസ്. പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണമാണ് പ്രോട്ടീനുകൾ, DNA, അന്നജം, സെല്ലുലോസ്. അന്നജത്തിൻ്റെ മോണോമർ ആണ് ഗ്ലൂക്കോസ്. ശാസ്ത്ര പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്ന പോളിമറുകളാണ് ഓർഗാനിക് പോളിമറുകൾ അഥവാ സിന്തറ്റിക് പോളിമറുകൾ. ഓർഗാനിക് പോളിമറുകൾക്ക് ഉദാഹരണമാണ് നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC എന്നിവ.
ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവൻ്റെ അടിത്തറയായി എന്ന് കരുതപ്പെടുന്ന പോളിമറുകളാണ് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ട പ്രോട്ടീനുകൾ. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും എങ്ങനെ വേർതിരിക്കാം? ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളാണ് ഫൈബറുകൾ. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറുകളാണ് പ്ലാസ്റ്റിക്. ഇലാസ്റ്റിക് സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. പ്രകൃതിദത്ത ഫൈബറുകൾ ഏതൊക്കെയാണ്? കോട്ടൺ, സിൽക്ക് എന്നിവയാണ് പ്രകൃതിദത്ത ഫൈബറുകൾ. ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിത പോളിമറുകളാണ് നൈലോൺ, ടെർലീൻ. ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിത പോളിമറുകളാണ് നൈലോൺ, ടെർലീൻ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? അത് നൈലോൺ ആണ്. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്ന് രൂപപ്പെട്ട പേരാണ് നൈലോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരം ഏതാണ്? അത് റയോൺ ആണ്. പ്ലാസ്റ്റിക്കിന് പകരമായ ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തു പാർക്കീസീൻ ആണ്. പാർക്കീസീൻ ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ പാർക്സ് ആണ്. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് നിർമ്മിച്ചത് ലിയോ ബേക്കലൻഡ്. റബ്ബറിൻ്റെ മോണോമർ തന്മാത്ര ഏതാണ്? ഐസോപ്രീൻ. കൃത്രിമ റബ്ബറുകൾ ഏതൊക്കെയാണ്? നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണായസ്, ബ്യൂണായൻ. നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണായസ്, ബ്യൂണായൻ. ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. തെർമോപ്ലാസ്റ്റിക്കുകൾ ലീനിയർ പോളിമറുകളാണ്. നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായും ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്. ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ കഴിയില്ല. തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കുകൾ ക്രോസ് ലിങ്ക്ഡ് പോളിമറുകളാണ്. തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്നു. തെർമോസെറ്റിക് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്നു. തെർമോപ്ലാസ്റ്റിക്കുകൾ ഏതൊക്കെയാണ്? പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC ഇവയെല്ലാം തെർമോപ്ലാസ്റ്റിക്കുകളാണ്. തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കുകളാണ് ബേക്കലൈറ്റ്, മെലാമിൻ, ഫോർമാൽഡിഹൈഡ് റെസിൻ എന്നിവ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കുകളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം ഒഴിവാക്കാനും 4R ശീലമാക്കുന്നു. ഈ 4R എന്താണ്? റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. എന്താണ്? റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ. 1 മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. 40 മൈക്രോണിന് താഴെ കനമുള്ള പ്ലാസ്റ്റിക്കുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നതിനാൽ ഇവയുടെ ഉപയോഗം പലയിടത്തും നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോൺ എത്രയാണ്? 40 മൈക്രോണിന് താഴെ. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചത്? ബയോ പോളിമറുകൾ അഥവാ പ്രകൃതിദത്ത പോളിമറുകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടീൻ, DNA, അന്നജം, സെല്ലുലോസ്. അന്നജത്തിൻ്റെ മോണോമറാണ് ഗ്ലൂക്കോസ്. ഇനി ഓർഗാനിക് പോളിമറുകൾ അഥവാ സിന്തറ്റിക് പോളിമറുകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC. അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ടത് ഏതാണ്? പ്രോട്ടീനുകളാണ് അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊണ്ടത്. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബർ, ഫൈബർ, പ്ലാസ്റ്റിക് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഇലാസ്റ്റിക് സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറുകളാണ് പ്ലാസ്റ്റിക്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറുകളാണ് ഫൈബറുകൾ. പ്രകൃതിദത്ത ഫൈബറുകൾ ഏതൊക്കെയാണ്? കോട്ടൺ, സിൽക്ക് പ്രകൃതിദത്ത ഫൈബറുകളാണ്. മനുഷ്യനിർമ്മിത ഫൈബറാണ് നൈലോൺ, ടെർലീൻ. പ്രകൃതിദത്തം കോട്ടൺ, സിൽക്കും മനുഷ്യനിർമ്മിതം നൈലോൺ, ടെർലീൻ.
ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. കൃത്രിമ പട്ട എന്നറിയപ്പെടുന്ന അർദ്ധകൃത്രിമ നൂൽത്തരമാണ് റയോൺ. പ്ലാസ്റ്റിക്കിന് സമാനമായ ആദ്യം നിർമ്മിക്കപ്പെട്ട വസ്തുവാണ് പാർക്കീസിൻ. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ്. റബ്ബറിൻ്റെ മോണോമർ തന്മാത്രയാണ് ഐസോപ്രീൻ. പിന്നെ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കും പഠിച്ചു, തെർമോപ്ലാസ്റ്റിക്കും പഠിച്ചു. തെർമോപ്ലാസ്റ്റിക് ലീനിയർ പോളിമറുകളാണ്, തെർമോസെറ്റിക്കിൽ ക്രോസ് ലിങ്ക്ഡ് പോളിമറുകളാണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീനും PVCയും. തെർമോസെറ്റിക്കിന് ഉദാഹരണം ഏതൊക്കെയാണ്? ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽ ഡിഹൈഡ് റെസിനുമാണ്. എന്താണ് 4R? റീയൂസ്, റെഡ്യൂസ്, റെഫ്യൂസ്. റീയൂസ്, റെഡ്യൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് മൈക്രോൺ. 1 മൈക്രോൺ ഈക്വൽ 10⁻⁻6 മീറ്റർ ആണ്. ഏത് മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക്, മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക്കാണ് നിരോധിച്ചിരിക്കുന്നത്? 40 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകളുടെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് സ്ഥിരമായ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.